നമ്മൾ വയ്ക്കാൻ പോകുന്നത് വറുത്ത ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇതധികം ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, പുറമേ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. മൊരിയണമെന്നും നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന പോലെ, ഒന്ന് ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി കോരി മാറ്റി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം അതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുത്താൽ മതിയാവും. ഇത് പുറം മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരിക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറിയിലെ പീസുകളൊന്നും ഇങ്ങനെ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു കഷ്ണം പൊടിയാതെ തന്നെ നമുക്ക് കിട്ടുവേ ഇങ്ങനെ വെക്കുവാണെങ്കിൽ. പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. സാധാരണ നമ്മൾ കറി വയ്ക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവൻ ഞാനങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഓൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകവും പട്ടയും തക്കോലും ഗ്രാമ്പും ഏലക്കയും ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു 2 കിലോയോളം കാണുമായിരിക്കും ഏകദേശം. അതിനൊരു 6 സവാള എടുത്തിട്ടുണ്ട് ഞാനിത്. അത്യാവശ്യം വലിയ സവാള 6 സവാള എടുത്തിട്ടുണ്ട്. സവാള കൂടുതലെടുക്കുമ്പോൾ മധുരിക്കൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെറുള്ളിയാണ് ഈ സ്ഥാനത്ത് എടുത്തിരിക്കുന്നതെങ്കിൽ കറി മധുരിക്കും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പം ഞാനത് കുറച്ച് ചെറുള്ളി, ഏകദേശം ഒരു 10-12 ചെറുള്ളി കാണും, അതെടുത്ത് മിക്സിയിൽ അരച്ചതാണ് ഇത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആവും. ഒരുപാട് നമ്മൾ പറ്റിക്കുകയൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുത്തിളക്കാം. ഞാനൊരു 2 തക്കാളിക്ക ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മറ്റുള്ള സാധനങ്ങളും കൂടെ ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ടൊന്ന് എണ്ണ തെളിയുന്ന പാകത്തിൽ ഒരു വഴണ്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും. ഇപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കുമാകും.
നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ചിക്കൻ കറിക്ക്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ ടേബിൾ സ്പൂണിന് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നീട് കുറച്ച് മാത്രമേ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രമേ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. ഗരം മസാല ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ആ ഒരു ടേബിൾ സ്പൂണിന് വലിയൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറി ഒന്ന് എണ്ണ തെളിയട്ടെ. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നതിന് വരെ നമ്മളൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം മസാല കാണുമേ. ഇനി ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളമായിരുന്നേ ഇതോടെ ചേർത്തൊന്ന് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കിയിരുന്നു, കറക്റ്റായിരുന്നു. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യണം. കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തത്. പിന്നെ ഗ്രേവിക്കും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ഉപ്പ്. പിന്നെ ഇത് രണ്ടും കൂടെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട്. ഉപ്പ് കുറവുണ്ടെന്നെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ കാഷ്യൂനട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിങ്ങനെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വന്നതാണ്. അതോടെ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റിനും പിന്നെ നല്ല തിക്ക് ഗ്രേവി ആകാനും വേണ്ടിയിട്ടുമൊക്കെ ഈ കാഷ്യൂനട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. പ്രധാനമായിട്ടും ടേസ്റ്റാണ് എങ്കിൽ പോലും ഗ്രേവിയും കൂടെ നമ്മുടെ തിക്കായിട്ട് കിട്ടുമേ. ഈ സമയം നമുക്ക് ഉപ്പൂടൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട്. ഇനി നമുക്കിതിനകത്തൊരു സാധനം കൂടെ ലാസ്റ്റായിട്ട് ചേർക്കാനുണ്ട്. തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നമ്മളിനി അധികം അടുപ്പി വയ്ക്കില്ല, ഇറക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നു.